എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് DSLR ക്യാമറയിൽ ഇപ്പോൾ ക്യാമറ നമ്മുടെ മൈക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതിൽ എങ്ങനെ നമുക്കതിൽ നല്ലൊരു ക്വാളിറ്റിയിൽ സൗണ്ട് എടുക്കാം എന്നതിനെക്കുറിച്ചാണ് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ക്യാമറയിൽ തന്നെ ചെറിയൊരു അഡീഷണൽ ആയിട്ടൊരു കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് എടുക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ അത് അത്ര ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. എന്നാൽ പോലും നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേബിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിനകത്ത് ആ ഒരു കേബിൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം നമ്മുടെ മൈക്കിൻ്റെ ആ ഒരു കണക്ടറായിട്ട് നമുക്ക് നേരിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു കണക്ടറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു മൈക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ആ ഒരു മൈക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ചെറിയൊരു പോയിൻ്റുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതാണ്ടോ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഇത് കണക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അല്ലാതെ നമുക്കത് ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫ്ലിപ്കാർട്ടിനകത്ത് വളരെ ചെറിയൊരു കുറഞ്ഞ തുകക്ക് മാത്രം നമുക്കിത് ലഭിക്കാവുന്നതാണ്. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ടായിട്ട് ആ ഒരു കണക്ടറിൻ്റെ സ്ഥലത്ത് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് ക്വാളിറ്റി ഇല്ല, എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതുപോലെ നമുക്ക് പോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ രീതിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു മൈക്ക് എടുത്തിട്ട് ഞാൻ മൊബൈലിലേക്ക് കണക്ട് ചെയ്യും. മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ സാധാ വോയിസ് റെക്കോർഡ് ഓണാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഇത് കിട്ടുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഏറ്റവും നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ, നല്ല കിടിലൻ ക്വാളിറ്റിയിലൊക്കെ വോയിസൊക്കെ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഫോണിലേക്ക് നമ്മുടെ ഈ ഒരു മൈക്ക് നേരിട്ട് കണക്ട് ചെയ്യും. അത് എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ നമ്മൾ മൈക്ക് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫോണിനകത്ത് നമ്മുടെ വോയിസ് റെക്കോർഡ് ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ ഫോണിലും ഉണ്ടാകും ഒരു വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അതിൽ തുറന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ സാധാ പോലെ വോയിസ് റെക്കോർഡാണ് ചെയ്യാറാണ് സാധാരണ ചെയ്യുന്നത്. നല്ല കിടിലൻ ക്വാളിറ്റിയിൽ വോയിസ് റെക്കോർഡ് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഏറ്റവും നല്ലത് നമുക്ക് ഒരുപാട് കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ചില ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ 1-2 തവണയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയുണ്ട് ഇങ്ങനെ ചെയ്താലുള്ള ഒരു വീഡിയോയുടെ ക്വാളിറ്റി എന്നുള്ളത്. ഇനി ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്നുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫിൽമോറയിൽ കൂടെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള, അതായത് വോയിസ് റെക്കോർഡർ എൻ്റെ ഫോണിലും മറ്റേത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഇട്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വിഷ്വൽ ആദ്യം നമുക്ക് മുകളിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് പിന്നെ താഴെ വോയിസ് റെക്കോർഡ് സെപ്പറേറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. എന്നിട്ട് അതേപോലെ രണ്ട് തമ്മിൽ മിക്സ് ആക്കിയെടുക്കാണ് കൊടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ ഈ ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നല്ല കിടിലൻ ക്വാളിറ്റിയിൽ നമുക്കിങ്ങനെ ചെയ്താൽ നമുക്ക് വോയിസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പം അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ. ഇപ്പോൾ ഞാനിത് രണ്ടും മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് കമൻറ്റായിട്ട് കൊടുത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.